ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല, ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മണിയമ്പിളരാജ് ഒരു വാക്ക് പറഞ്ഞു പണത്തിന് വേണ്ടിന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണത്തിന്റെ ആവശ്യമില്ല. എന്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ്. ഐ എം വെൽ സെറ്റിൽഡ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. എനിക്കിങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ്. എനിക്കൊരു മകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? സിനിമയിൽ വലിയ ഹീറോയാണ്, അതുകൊണ്ട് വലിയ ഡയലോഗാണ്. ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവർ പുറകോട്ട് നിൽക്കുന്നു. എന്ത് സംഭവമായി മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? അതല്ല ഉദ്ദേശം.